ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഇവിടെ സുഖമാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് കുറച്ച് തയ്യൽ വിശേഷങ്ങളാണ് കേട്ടോ. തയ്ക്കണ ഇത് ഇന്നാണ് കുട്ടികളെ സ്കൂളിൽ സെലിബ്രേഷൻ. അപ്പോൾ ഇന്നലെ കുറച്ച് സമയം തയ്ക്കാണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. എന്നും നമ്മളിങ്ങനെ വെച്ചുണ്ടാക്കണതും വിളമ്പണമൊക്കെ അല്ലേ കാണിക്കണേ. അപ്പം ഇന്ന് അങ്ങനെ ഒന്നും ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. അതൊക്കെ ഇപ്പം തന്നെയാണ് ചെയ്തോളി കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാടുണ്ട് തയ്ക്കാൻ. അപ്പോൾ ഇത് എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അവധിക്ക് എല്ലാവരും നാട്ടിൽ പോകണം എഴുതിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പോകണതൊന്നും ഉറപ്പിച്ചിട്ടില്ല. ഓല് പോകുന്നുണ്ട്. അപ്പോൾ മാക്സിയും കണക്കുണ സാധനങ്ങൾ ഒരുപാടുണ്ട് തയ്ക്കാൻ. അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇന്ന് സ്കൂൾ പൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു 10 ദിവസത്തിന് ലീവാണല്ലോ. അപ്പം നാട്ടിലൊക്കെ പോകാൻ ഞങ്ങളും അങ്ങനെ പോകലുണ്ട്. അപ്പോൾ ഇവിടെ കോഴിയൊക്കെ വാങ്ങി നോക്കുമ്പോൾ ചോദിച്ചു നോക്കുമ്പോൾ ഭയങ്കര ഒരു പോണൊരു ഇഷ്ടമില്ലായ്മ. പിന്നെ അങ്ങനെ നിൽക്കുകയാണ്. നീ സമ്മതിച്ചോ എന്തോ. സമ്മതിച്ചാണെങ്കിൽ പോകണം, അല്ലെങ്കിൽ ഇല്ല. പിന്നെ മക്കൾക്ക് വെള്ളയും ചുമപ്പുമാണ് കേട്ടോ ഡ്രസ്സ് വേണ്ടത്. അപ്പോൾ ഇത് കൂട്ടുകാരിൻ്റെ കുട്ടിക്ക് ചുമപ്പ് ഡ്രസ്സ് ഒരു ഉടുപ്പാണ്. അത് കൊണ്ടുവന്നതാണ്. ഒന്ന് കൈ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാട്ടോ. അതൊക്കെ അങ്ങനെ തയ്ച്ചു. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. പിന്നെ എൻ്റെ നാട്ടിലില്ലേ ഒരുപാട് അയൽവാസി കുട്ടികളും കൂട്ടുകാരികളും അനിയത്തിമാർ പറഞ്ഞാൽ അയൽവാസി കുട്ടികളാണ്. അനിയത്തിമാർ പോലൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. ഓലോടൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് പോലൊക്കെ നമ്മളെ ഈ കുടുംബത്തിലൊരു അംഗങ്ങൾ തന്നെ അയക്കണ്. അല്ലേ തന്നെ അംഗങ്ങളാണ്. പക്ഷേ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെങ്ങാണ്ടും കൂടി നമ്മളെ ഫാമിലി അയക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഓലൊക്കെ ഇതിൽ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇനി നൂഹക്കുട്ടി ഇതേ കുറച്ച് പറയുന്നു കേട്ടോ. ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അതിനാണ് ഞാൻ പോവാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്. പിന്നെ കുറച്ച് ബോൾസും സ്റ്റാർസും ഒക്കെ മിസ് കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് ഒന്ന് അലങ്കരിക്കാനല്ലാതെ. ഗൈസ്, എൻ്റെ സൗണ്ട് മാറിയേക്കുന്ന എനിക്ക് പനിയും ചുമയും ഒക്കെയാണ്. ഇപ്പോൾ കുറച്ച് കുറവുണ്ട് മരുന്ന് കുടിച്ചിട്ട്. അപ്പം ഇതാണ് സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ് കേട്ടോ. പോകുമ്പോൾ ഞാൻ ഈ വെള്ള ഫ്രോക്കാണ് ഇടുന്നത്. മിസ് പറഞ്ഞാൽ അവിടെ നിന്ന് മാറ്റാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു കീസിലാക്കി കൊണ്ടുപോകാൻ വിചാരിച്ചിരിക്കും. ഗൈസ്, ഇത് ക്രിസ്മസ് തൊപ്പിയാണ്. അതൊരു ബെൽറ്റാണ് കേട്ടോ. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. പിന്നെ മിസ് പറഞ്ഞ് പോണി ടൈല് കെട്ടാൻ. അപ്പം ഞാൻ അതുകൊണ്ടാണ് അതിങ്ങനെ താന്നു പോയത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നൊരു കാര്യം, എൻ്റെ ഉമ്മ ഇടുന്ന ലൈക്കിന് കുറച്ച് ഗൈസ് തെറ്റിപ്പോയി. എൻ്റെ ഉമ്മ ഇടുന്ന വീഡിയോസിന് ലൈക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അപ്പം ടാറ്റ ബൈ ബൈ. ഇനി എൻ്റെ ഉമ്മ ബാക്കി പറയും. അപ്പം അങ്ങനെ കുട്ടികളെല്ലാവരും ഒരുങ്ങി പോയിട്ടോ. അപ്പോൾ ഉടുപ്പൊക്കെ ഇവിടുന്ന് മാറി പോകണ്ടെന്നാണ് പറഞ്ഞിന്. അവിടെ ചെല്ലുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ അതിന് കണ്ടുകാണ്ട് ഒരു കീസിലൊക്കെ ഇട്ട് വരാൻ പറഞ്ഞുകാണ്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കീസിലൊക്കെ ഇട്ട് പൊയ്ക്കുന്നു.
അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഞാൻ മുറ്റത്ത് ചെടിയൊക്കെ ഒന്ന് നനക്കട്ടെ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ചെടികളൊക്കെ നനച്ച് മുറ്റമൊക്കെ തൂത്ത് കയറിയിട്ട് വേണം. കുറച്ചൊന്നും കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ല, നല്ല വെയിലാണ്. വെയിലറച്ചാൽ പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം മുറ്റത്തൊന്നും നിൽക്കൂല. അപ്പം അങ്ങനെയുള്ള പണികളൊക്കെയാണ് കേട്ടോ. ഇനി ചെടികൾ നനച്ചിട്ടില്ലെങ്കിലോ ഭയങ്കര എല്ലാം അങ്ങോട്ട് തളർന്ന് പോവുകയാണ്, അങ്ങനത്തെ വെയിൽ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും സ്കൂൾ കൂടിയൊക്കെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞോ? പിന്നെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോകണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സ്കൂൾ പൂട്ടിക്കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ പോകാൻ എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സ്കൂൾ അടക്കണ തന്നെ ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം അതാണ്. ഒന്ന് 4 ദിവസത്തിനൊന്ന് പോകാലോ എഴുതിങ്ങാണ്ട്. അവിടെയാണെങ്കിൽ ഉമ്മാക്കും ഒക്കെ സുഖമില്ലായ്മകളൊക്കെയാണ്, ഷുഗറും പ്രഷറും. അങ്ങനെ ഇപ്പം നാളെ വലിയ വന്നപ്പോൾ ആ കൂട്ടത്തിലൊന്നും ഉമ്മ വന്നിട്ടുമില്ല. അപ്പം ഒന്ന് പോയി കാണണം എന്നുള്ളൊരു ഇതിലേനു. അപ്പം നോക്കുമ്പോൾ ഇവിടെ ഇല്ല ഈ ആൾക്കുണ്ടല്ലോ, അങ്ങനെ പോണ ചോദിച്ചു നോക്കുമ്പോൾ ഒരു ഭയങ്കര ടൈറ്റ്. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാനൊരു ചെറിയ വീഡിയോ ആണ് ഇട്ടിരിക്കണത്. എന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാണ്ടാകുമ്പോൾ അങ്ങനെ ഇടണതാണ്. ഇന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്നാൽ കുട്ടികൾ സ്കൂളിൽ പോണതും കുറച്ച് തയ്ക്കാനുള്ളതും പിന്നെ നമ്മളെ കോഴിക്കുട്ടികളും ഒക്കെപ്പാടെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കോഴികളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നോക്കിനത്രയൊക്കെ വളർന്നിക്കണം കേട്ടോ. പിന്നെ ഇറ്റങ്ങൾക്ക് നമ്മൾ നോക്കണതിനനുസരിച്ച് പിന്നെ വെറും കോഴിത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതാവും. അപ്പം അങ്ങനെ കൂടണ്ട, പതുക്കെ പതുക്കെ വളർന്നാൽ മതി എഴുതിങ്ങാണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകൊണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടാറ്റാ.